നോമ്പെടുത്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയോ അല്ലെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ. ഒരു ഹെൽത്തി മീൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സാധിക്കും. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കാലോറി ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു നോമ്പ് സമയത്ത് നമുക്ക് വെയിറ്റും കുറയ്ക്കാവുന്നതാണ്. മറ്റൊന്നാണ്, ഇപ്പൊ നമ്മുടെ നോമ്പ് സമയം വേനൽ സമയത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, വാട്ടർ ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിൽ നമുക്കൊരു 2 ലിറ്റേഴ്സ് എങ്കിലും പെർ ഡേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ നോമ്പ് സമയത്താണ്. അപ്പോൾ നമുക്ക് കൂവപ്പൊടിയുടെ വെള്ളമൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സുഹൂറിൻ്റെ സമയത്തോ ഫുത്തൂറിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ചിയാ സീഡ് സോക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പകൽ സമയത്ത് ദാഹം കുറയ്ക്കുന്നതിനും എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ചിയാ സീഡിൽ പ്രോട്ടീനും ഫൈബേഴ്സും റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കത് നമ്മുടെ മീൽസിൽ യൂസ് ചെയ്യാവുന്നതാണ്.